ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ്. ഇന്നൊരു ഫാമിലി ഗാദറിങ്ങിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. നമ്മളിപ്പോൾ ഗെറ്റ് ടുഗദറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. സായറാഖാൻ്റെ ഉപ്പാൻ്റെ ഫാമിലിയാണ് കേട്ടോ കൂടുന്നത്. നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് പൂക്കോട്ടൂരിലുള്ള വൈബ് ലാൻഡിലാണ് കേട്ടോ. വൈബ് ലാൻഡ് എന്ന് പറയുമ്പോൾ അതൊരു കിഡ്സ് പാർക്കാണ്. അപ്പം അവിടെ ഫാമിലി പൂളും ഉണ്ട്. നമ്മൾ പൂളാണ് കേട്ടോ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് വെക്കേഷനിൽ നമുക്ക് ഫാമിലി ആയിട്ടൊരു ട്രിപ്പ് പോകാമെന്നുള്ള രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ത്രെഡ് വന്നത്. പക്ഷേ വെക്കേഷൻ്റെ ദിവസങ്ങൾ നോക്കുമ്പോൾ വെക്കേഷനിൽ എല്ലാവരും ഓരോ ദിവസങ്ങളായിട്ട് എല്ലാവരും ബിസിയാണ്. ആർക്കും അങ്ങനെ പറയുന്ന ഡേറ്റുകളിലൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ വെക്കേഷൻ്റെ മുന്നേ തന്നെ അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ട്രിപ്പിന് പകരമായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പൂള് എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പൂൾ അന്വേഷിച്ചതായാലും നമ്മളിപ്പോൾ ഇവിടെയാണ് എത്തിയത്, പൂക്കോട്ടൂരിൽ. അപ്പോൾ ഇത് നമുക്കെല്ലാവരും ഈ മലപ്പുറം ബേസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ആയതുകൊണ്ട് എല്ലാവർക്കും എത്തിപ്പെടാനുള്ള സൗകര്യം കൂടി നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്തത്. പിന്നെ ഇവിടെ ആകുമ്പോൾ നമുക്കൊരു ഫാമിലി ഗ്യാതറിങ്ങിന് പറ്റിയ സെറ്റപ്പും കൂടിയുണ്ട്. നമ്മളൊരു മഗ്‌രിബിന് ശേഷമാണ് കേട്ടോ എല്ലാവരും ഇങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്ന സമയമാകുമ്പോൾ തന്നെ ഏറെക്കുറെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു എല്ലാവർക്കും കൂടാൻ പറ്റിയൊരു ഏരിയ, അവിടെ ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയതായ രീതിയിൽ പാട്ടൊക്കെ പാടാനും പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും കളികളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ഏരിയ ഉണ്ട്. പിന്നെ മാത്രമല്ല നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി നല്ല ഫുഡ് കോർട്ടും എല്ലാം ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനാണെങ്കിൽ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു 1 ഹവറിന് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ അധികം താമസിപ്പിക്കാതെ നമ്മളെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫാമിലിയിൽ നല്ല പാട്ടൊക്കെ പാടുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊരു മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ പാട്ടൊക്കെ പാടലൊക്കെ തുടങ്ങി. പിന്നെ കൂട്ടത്തിൽ പാട്ട് പാടുന്ന വലിയ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കറിയാത്ത ഗായകരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പാട്ടൊക്കെ പാടാനുള്ള ചാൻസൊക്കെ കിട്ടി. നമ്മൾ പൂള് ബുക്ക് ചെയ്തിട്ടുള്ളത് 8 മണിക്കാണ്. 8 മണി മുതൽ 9 മണി വരെയാണ് കേട്ടോ പൂൾ ടൈം, നമ്മൾ ബുക്ക് ചെയ്ത ടൈം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പൂള് പ്രൈവറ്റ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ പാർക്കിലൊക്കെ പബ്ലിക്കിനൊക്കെ ആക്സസ് ഉണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇതിൻ്റെ ഇടയിൽ താത്ത സ്നാക്സൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഹോം മെയ്ഡ്. അപ്പോൾ നമ്മളതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. കുട്ടി നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ വേണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. എല്ലാവരും കൂടുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ. പക്ഷേ നമുക്ക് അതിനുള്ളൊരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു മ്യൂസിക്കൽ ചെയറിൽ ഒതുക്കിയിട്ടാ മൊത്തം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നു മ്യൂസിക്കൽ ചെയർ. കുട്ടികളും വലിയവരും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല ഏജ് ഗ്രൂപ്പുകളല്ലേ. അപ്പോൾ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് ഒരേ സമയം തന്നെ 2-3 സെറ്റാക്കിയിട്ടായിരുന്നു കേട്ടോ നമ്മൾ മത്സരങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ഈ ഗ്രൂപ്പിലുള്ള ഏറ്റവും ചെറിയ മെമ്പർ, സായറാഖാൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ ഈ കസിനും ഞാനും ഞങ്ങൾ ഫ്രണ്ട്സാണ്. ഞങ്ങൾ 8ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം ഞങ്ങൾ സ്കൂൾ ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ 8 മണിയായപ്പോഴത്തേന് വേഗം എല്ലാവരും പൂളിലേക്കുള്ള പോക്കാണ്. കുട്ടികളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല മെയിനായിട്ട് നമ്മൾ പൂളാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ആവേശത്തിൽ പൂളിൽ പോകാൻ റെഡി ആയിട്ടാണ് എല്ലാവരും വന്നത്. അപ്പോൾ പൂളിലേക്ക് കയറുമ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര വലിയ പൂളാണ്. പിന്നെ മൊത്തത്തിലൊരു ബ്ലൂ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസാണ്. പാട്ടും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് വലിയൊരു പൂളാണ്, നല്ല ആഴമുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കാണെങ്കിൽ സൈഡിൽ ചെറിയൊരു പൂളും ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ വന്ന എല്ലാവർക്കും ഒന്നും സ്വിമ്മിങ് അറിയില്ല കേട്ടോ. പക്ഷെ എന്നാലും ഇപ്പോൾ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാനിപ്പോൾ സ്വിമ്മിങ് അറിയണമെന്നൊന്നുമില്ലല്ലോ. പക്ഷെ എന്നാലും നല്ല ആഴമുള്ളിടത്തൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഒരുവിധം കുട്ടികൾക്കൊക്കെ സ്വിമ്മിങ് അറിയാം കേട്ടോ. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ സ്വിമ്മിങ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
എന്നൊക്കെ ചെറുതാവുമ്പോൾ എൻ്റെ വല്യമ്മ കേട്ടോ സ്വിമ്മിങ് പഠിപ്പിച്ചത്. അസനെയും ഹാദിനെയൊക്കെ ഞാൻ ഷാർജയിലായ സമയത്ത് സ്വിമ്മിങ് ക്ലാസ്സിന് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹാദിക്ക് അത്ര അങ്ങോട്ട് ആയിട്ടില്ല. അസ ഓക്കെയാണ് കേട്ടോ, ഓള് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ പൂൾ ടൈമും കഴിഞ്ഞു. 1 hour ഇരുന്നു പൂളിൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം പാർക്കിലുള്ള ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. കുട്ടികളൊക്കെ പൂളിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഓടിയിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഏരിയക്ക്. അവർക്ക് നേരത്തെ ഇങ്ങോട്ട് അങ്ങനെ വിചാരിച്ച പോലെ കയറാൻ പറ്റിയിട്ടില്ല. നമ്മളെല്ലാവരും അവിടെ കളിയും ഒക്കെ ആയതുകൊണ്ട് അവർക്ക് ഇവിടേക്ക് അങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളത് 9 മണിക്ക് ഫുഡ് ആക്കാമെന്ന് വിചാരിച്ചത് പൂളിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവർക്കും നല്ല വിശക്കൂലെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. പക്ഷേ മക്കൾക്ക് വിശപ്പൊന്നുമില്ല, എല്ലാവരും ഇവിടെയാണ്. എല്ലാവരും പിന്നെ വിളിച്ചെത്തിയിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയമായപ്പോൾ തന്നെ ഇവിടുത്തെ ആളും ബഹളമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. പബ്ലിക് വന്നവരൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല എന്താ പറയുക സുഖമായിട്ട് എല്ലാവർക്കും നല്ല ഫ്രീ ആയിട്ട് ഇവിടെയൊക്കെ കളിക്കാനും ഒക്കെ ഒരു ചാൻസ് കിട്ടിയതും ആ ഒരു സമയത്ത് തന്നെയാണ്. അപ്പോൾ വേഗം പിടിച്ച് ഓരോരുത്തരായിട്ട് കൊടുന്നിരുത്തി പിന്നെ ഫുഡ് കൊടുക്കുകയാണ്. നമ്മൾ ഫുഡ് പുറത്തുനിന്നായിരുന്നു കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നാലും വരെ ഫുഡ് കോർട്ട് ഉണ്ട്, നമുക്ക് അവിടെ കഴിക്കാം. ആ രീതിയിൽ അവർ എല്ലാം സെറ്റാക്കി തന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് എന്താ പറയുക നമ്മളായിട്ട് പരത്തിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പ്ലേറ്റും ഗ്ലാസും കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെ അതും കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും ആ ഒരു പാർക്ക് ഏരിയയിൽ നമ്മളെല്ലാവരും ഒന്ന് ഊഞ്ഞാലൊക്കെ കയറി. കാരണം ഞാൻ പറയില്ല ആ സമയമാകുമ്പോഴത്തേനും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമുക്ക് സുഖമായിട്ട് ഊഞ്ഞാലാടാനൊക്കെ പറ്റുമല്ലോ. 10 മണിയാണ് കേട്ടോ ക്ലോസിങ് ടൈം പറഞ്ഞിട്ടുണ്ടായിന്. നമ്മൾ 9 മണിക്ക് ശേഷമാണ് ഫുഡ് കഴിക്കലും പിന്നെ ഇവിടെയുള്ള ഈ കളികളും ഇതൊക്കെ. അപ്പോൾ ഏകദേശം 10 മണി ആവാനായപ്പോൾ തൊട്ട് തന്നെ അവരിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ലൈറ്റ് ഓഫ് ആക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇരുട്ടിങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും മക്കൾക്കൊന്നും അതൊന്നും ഒരു വിഷയമല്ല. എല്ലാവരും അവിടെ ഇറങ്ങാതെ ഫുള്ള് കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഏകദേശം സമാപനത്തേക്ക് ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു എന്താ പറയുക എല്ലാവർക്കും ഒരു മെമ്മറി എന്നുള്ള രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ്സ് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് അവിടെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതൊക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേന് ഇവർ ഗേറ്റ് അടക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മളോടൊക്കെ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. അപ്പോഴാണ് നമ്മളതിനുള്ളിൽ നിന്ന് എല്ലാവരും ഇറങ്ങുന്നത്. അങ്ങനെ പിന്നെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്കൊക്കെ പോവാണ്. അപ്പോൾ ഇതിപ്പോൾ പെട്ടെന്നുള്ളൊരു ഗാദറിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളവരാണ് കേട്ടോ കൂടിയത്. ഒരുപാട് പേര് ഇപ്പോൾ ഏകദേശം ഒരു 50 ആൾക്കാർ നമ്മൾ കൂടിയിട്ടുണ്ട് കുട്ടികളടക്കം. പക്ഷേ ഇനി ഒരുപാട് പേര് പുറത്തുണ്ട്, ദുബായിലും ഒക്കെ ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇനി ഓരൊക്കെ എന്താ പറയുക ഇനിയിപ്പോൾ അടുത്തത് ഇൻഷാ അല്ലാഹ് എല്ലാവരെയും കൂട്ടി എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു സമയത്ത് നല്ല ഗ്രാൻഡായിട്ടൊക്കെ വേണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിൽ നമ്മളിപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതോടെ നിർത്തുകയാണ്. അപ്പോൾ എന്താ പറയുക എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, ഓരോ ഗാദറിങ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അടുത്ത പ്ലാനിങ് അടുത്തതിനെക്കാട്ടിയും ഗ്രാൻഡായിട്ട് എന്നൊക്കെ വിചാരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ആക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കിനിയും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.